ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 18-ാമത്തെ വചനം. നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും പേർ പറയും. ധാരാളം പേര് പേഴ്സണലി സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് അവരവരുടെ ജീവിതത്തിൽ വന്ന ശൂന്യതയെക്കുറിച്ചും നാശത്തെക്കുറിച്ചും. ചിലർക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ശൂന്യാവസ്ഥ എന്നെങ്കിലും മാറുമോ? എത്ര അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കേണ്ട ഒരു കുടുംബമാണ്, എത്ര അനുഗ്രഹത്തോടെ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ജീവിതം മുഴുവൻ ശൂന്യമായി പോയി. നശിപ്പിക്കുന്ന ശക്തികൾ ദൈനംദിന ജീവിതത്തിൽ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരോടുള്ള ദൈവത്തിന്റെ ദൂത ഇന്ന് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്, ഇനിയും നിന്റെ അതിരിനകത്ത് 2 കാര്യങ്ങൾ കേൾക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പ് തരിക. ഒന്ന്, ഇനിയും നിന്റെ അതിരിനകത്ത് ശൂന്യത വരികയില്ല. ഇനിയും നിന്റെ അതിരിനകത്ത് നാശം കേൾക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവില് രാത്രി മുഴുവൻ മീൻ പിടിച്ച് ശൂന്യത അനുഭവിക്കുന്ന ഒരു പടകിനെ തേടി കർത്താവ് ചെല്ലുന്ന ചരിത്രമുണ്ട്. കർത്താവ് ആ പടകിൽ കയറി അല്പനേരം വന്ന ജനത്തോട് വചനം പറഞ്ഞ ശേഷം ആര് ശൂന്യത അനുഭവിച്ചോ അവനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും, അവന്റെ പടകിന്റെ ശൂന്യത അന്ന് കർത്താവ് മാറ്റിക്കൊടുത്തു. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, ആരൊക്കെ ശ്രമിച്ചിട്ടും മാറാത്ത ശൂന്യത മാറ്റിത്തരാൻ കഴിവുള്ളവനായി യേശു. ഒരു ഉറപ്പ് തരുക, ഇനിയും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കത്തില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും പേര് പറയും. അപ്പം വാതിലും മതിലുമുള്ള ഒരു സംരക്ഷണം നിനക്ക് തരിക. ആ മതിൽ രക്ഷയാണ്, ആ വാതിൽ സ്തുതിയാണ്. നമുക്കൊന്നിച്ച് വിശ്വസിക്കാം, എൻ്റെ അതിരിനകത്ത് ശൂന്യവും നാശവും ഇനി കേൾക്കയില്ല. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും മതിൽ കെട്ടി, ആ മതിന് രക്ഷയുടെ മതിലെന്ന് പേരിട്ട്, ആ മതിലിന് വാതിൽ വെച്ച് അതിന് സ്തുതി എന്ന വാതില് ആമി പേരിട്ട് ഞങ്ങളെ ഭദ്രമായി കാക്കുന്നതുകൊണ്ട് സ്തോത്രം. ഇനിയും ഞങ്ങളുടെ അതിരിനകത്തും ശൂന്യവും നാശവും കേൾക്കത്തില്ലെന്നുള്ള ഉറപ്പ് ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. God bless you.